ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഇല്ലെന്ന് അറിയാം, നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ളത്. നമ്മളെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൊച്ചു പയ്യൻ കാത്തിക്കുന്നുണ്ട്. ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പേ ഉള്ള നമ്മുടെ ചങ്ങാതി നമ്മുടെ അയൽവാസിയായ ജബ്ബാർ ഖാൻ്റെ മകനാണ്. അപ്പോൾ മുപ്പരെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തേനീച്ചൻ്റെ ചെറുതേൻ്റെ ഒരു ശേഖരണം, ചെറുതേൻ്റെ ഒരു ബോക്സും കാര്യങ്ങളും നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി വന്നിട്ടുള്ളത് ഈ എന്താ പറയുക, എത്ര ക്ലാസ് പഠിക്കുന്നത്? 9 കേട്ടോ. അപ്പോൾ തേനും സെറ്റപ്പെല്ലാം അടക്കം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് തേനും എടുക്കാം, അതേപോലെ തന്നെ നമുക്ക് 2 പെട്ടി എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് കാണിച്ചു തരാം. ഈ 2 പെട്ടിയിലേക്ക് നമ്മൾ ഈ തേനീച്ചനെ കിടത്താനാണ് ഇപ്പോൾ പോകുന്നത്. അതേപോലെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, 2 ബോക്സ് നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് സ്ഥാപിക്കാം. അതേപോലെ ഇതിനെക്കുറിച്ച് അറിയാനുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഇപ്പോൾ തേനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ തേനെടുക്കുന്നതും ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നവർക്കെല്ലാം അറിയുണ്ടാവും. എന്നാലും അധിക പേര് നമ്മളെല്ലാം പോലെ തന്നെ ഇരിക്കും. എനിക്കിപ്പോൾ തേനീച്ചനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. 1-2 പ്രാവശ്യം ഇതുപോലത്തെ സ്ഥലത്ത് നോക്കിയിട്ടുള്ള പരിചയമില്ല. അന്നേരം വിചാരിച്ചാൽ നമ്മളിവിടെ പെറ്റ് സ്റ്റേഷനിൽ സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ റാണി തേനീച്ചനെയും അതുപോലെ ഇതിൻ്റെ അകത്തുള്ള തേനീച്ചനെല്ലാം കയറ്റാനുള്ള പരിപാടിയാണ്. അതേപോലെ ഈ 2 കുപ്പിയിലേക്കുള്ള സാധനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹുസൈൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് കാണിച്ചു തരാനാണ് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സ്പേർട്ടാണല്ലേ ഹുസൈൻ അല്ലേ? എല്ലാം എടുക്കൂലേ? ഓക്കെ, എന്തൊരു ഉഷാറില്ലാത്ത എടുക്കും. അതിലൊന്നും ഉഷാറാണ്, സംഭവം പ്രവൃത്തിയിലാണ്, വർത്താനം വായടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, ഇപ്പോൾ ഈ 2 കുപ്പിയിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത് തുറന്നിട്ട് ഇതെങ്ങനെ എടുക്കുക? ഞാനിപ്പോൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. തട്ടിയിട്ട് തേനീച്ചനെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ നമുക്കൊരു ചെയ്യുന്നു. നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ബേജാറുണ്ട്. ഇത് വരുന്നില്ലല്ലോ. വരുമോ? വരുന്നുണ്ട്. ഇപ്പം വരുന്നുണ്ട്. 1-2 പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ. കൊത്തോ? ചെറുതായിട്ട് കൊത്തും, കുഴപ്പമില്ല എന്നല്ല ഇവർ പറയുന്നേ. ലാസ്റ്റ് കൊത്തു കൊണ്ടിട്ട് നമ്മൾ സൈഡാവുന്ന അറിയില്ല. ഒരുപാട് തേനീച്ച പുറത്തിറങ്ങി. ചെറുതേനായതുകൊണ്ട് മറ്റേ തേനീച്ചനെ പോലെ നമുക്ക് ശരിക്കും ഇത് കാണാൻ പറ്റില്ല. ചെറിയ സാധനമായിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ഈച്ചയില്ലേ, ആ ഈച്ചനേക്കാളും കുറച്ചും കൂടി ചെറുതല്ലേ ഇതുണ്ടാവാ? അതന്നെ, അത് കുറച്ചും കൂടി ചെറുത്. നമ്മൾ കണ്ടുപരിചയം. ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് സംഭവം, പക്ഷെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടും അറിഞ്ഞിട്ടൊന്നും ഇല്ല ഇതുവരെ. ഹുസൈന് ചിരി വരുന്നുണ്ടാ? ഇത് എങ്ങനെ ചെയ്തിട്ടില്ലെന്നറിയോ? ഇത് ചെറിയ മെഷ് കെട്ടിയിട്ട് അല്ലെങ്കിൽ ചത്തുപോലെ ഫുള്ളായിട്ട് അടച്ചു വെച്ചാൽ ഇതിനെ നാളെ ഉപയോഗിക്കണ്ടല്ലേ. ഈ തേനീച്ചല്ലേ നമ്മുടെ മുത്ത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 1/2 കിലോ തേനുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ. തേനിലെടുത്ത് നമുക്ക് കുടിച്ചു നോക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ജബ്ബാർക്ക നേരത്തെ വീഡിയോയിൽ കാണാണ്ട് മാറിയുന്നത്. അങ്ങനെ വിളിക്കുക ജബ്ബാർക്കെന്ന് ഇവൻ്റെ ഗുരു അല്ലേ? മാമൂദ്ക്കെ ഗുരു. മാമൂദ്ക്ക ഉണ്ട്. ഗുരുവെല്ലാം ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ എടുക്കാൻ ഭയങ്കര നാണക്കേട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ചെറു തേനീച്ചകൾ കേട്ടോ. ഇത്രയും ചെറുതാണ്. നമ്മുടെ സാധാ നമ്മുടെ ഈച്ചയില്ലേ, ഈച്ചനേക്കാളെല്ലാം ഈച്ചൻ്റെ ഒരു പകുതിയേ ഉണ്ടാവും അല്ലേ? കൊതുകിൻ്റെ വലുപ്പം അത്ര തന്നെ. അപ്പോൾ നമുക്ക് ചെറുതേനി അങ്ങനെ എടുക്കുന്നതും നമുക്ക് ആ തേനെടുത്ത് കുടിച്ചിട്ടെല്ലാം നോക്കിയത് ഇവിടുന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? 2000 ഉണ്ടാവില്ലേ? ഇപ്പോൾ ആ പെട്ടിയിൽ ടോട്ടൽ എത്ര ഉണ്ടാവും? 2000 പഠിക്കാൻ തുടങ്ങിയാ? അതാ എക്യുപ്മെൻറ്റ്സ് എടുത്തിട്ടെ. സംഭവം കുറച്ചെണ്ണം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ തേനീച്ചൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? തേനീച്ച കുത്തിയിട്ട് മരിച്ചു എന്നെല്ലാം പറയുന്നേക്കുന്നില്ലേ? അത് നോർമലി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ തേനീച്ച മെയിനായിട്ട് അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ ഇതിൻ്റെ ഒന്ന് പുറത്തിറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇത് അവിടെ വെക്കാം. തേനീച്ച അങ്ങനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഖത്ത് അതുപോലെ കഴുത്തിനെല്ലാം ഇവർ മെയിനായിട്ട് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ശ്വാസം മുട്ടൽ വന്നിട്ടാണ് മരിക്കുന്ന പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഇവർ ആധികാരികമായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് നമുക്ക് തൊണ്ടയിൽ ഇങ്ങനെ വികസിക്കും, നല്ലോണം നീര് വെച്ചിട്ട്
ശ്വാസനാളയിൽ അടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെയാണെന്നോല് മരിച്ചു പോകുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തേനീച്ചൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ മാക്സിമം കഴുത്തിൻ്റെ ഭാഗം മൂടിയാൽ തന്നെ പ്രശ്നം. അതേപോലെ നാവ്, കഴുത്തിൻ്റെ ഭാഗം ഇത് മൂടിയാൽ തന്നെ തേനീച്ചൻ്റെ അറ്റാക്ക് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ വേദന മാത്രമേ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം തേനീച്ചനെല്ലാം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതണ്ട മാസ്ക്, ഇത് ഫുള്ള് നെറ്റാണ്, ഫുള്ള് ഇത് വെച്ചിട്ട് ഒരു ക്യാപ്പും മറ്റേ കഴുത്തിന് കടിയേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവം. ഇവിടെയെല്ലാം ഓരോന്നോരോന്ന് പറഞ്ഞു കളിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കഴുത്തിന് തന്നെ കടിക്കുമെന്ന് അറിയില്ല. അതെ അതെ, മിസറിൻ്റെ കൈക്കതാ, മിസറിൻ്റെ കൈക്ക് വന്നിട്ട് ശരിയായ സാധനം വരാനുണ്ട് അത്രയെന്ന് പറയുന്നട്ടാ. കുത്തും ചെയ്യില്ല അല്ലേ? ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ആ സാധനം കൂടി കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയാണ് മെയിനായിട്ടുള്ള സംഭവം. ആ പെട്ടി തുറക്കാനാണ് പോകുന്നത്. ആ പെട്ടി അവരെന്നെ അടിക്കുക, ജസ്റ്റ് കാണിച്ചു തരാം. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെട്ടി ആദ്യം നമ്മൾ കെട്ടിയൊക്കെ ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ അകത്ത് ആ ഗ്യാപ്പെല്ലാം ഇവരെന്നെ ഗമ്മ്, നമ്മുടെ തേനീച്ചകൾ തന്നെ ഗമ്മ കൊണ്ട് അങ്ങനെ അടക്കുമെന്നാണ് പറയുന്നട്ടാ. ഇവൻ്റെ എന്ത് ഗമ്മ എന്നാ പറയുന്നത്? ഒരു മരത്തിൻ്റെ കറയെല്ലാം എടുത്തിട്ടാണ് നടക്കുന്നല്ലേ. അപ്പോൾ അവരെന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഗമ്മ കേട്ടാ. ഓക്കെ, അപ്പോൾ പെട്ടി തുറക്കാനാണ് പോകുന്നത് അടുത്ത. അപ്പോൾ ആ ബാക്കിയുള്ള തേനീച്ചൽ എങ്ങനെയാണ് അപ്പുറത്തേക്ക് അതിൻ്റെ റാണീനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റും അല്ലേ? ഓക്കെ, ആ റാണീനെ എടുത്ത് മാറ്റുന്നത് നമുക്ക് കാണാം കേട്ടോ. റാണീനെ എടുത്തിട്ട് അപ്പുറത്തെ പെട്ടി, പുതിയ പെട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബാക്കിയുള്ള തേനീച്ചകളെല്ലാം അതിൻ്റെ അകത്തേക്ക് വന്ന് കയറുന്നതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം. ഓക്കെ, അത് കുറച്ച് സൂം ചെയ്തോ, നമ്മളതിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് പേടിയാവും. നിങ്ങളങ്ങനെ പേടിക്കാൻ മാത്രമുള്ള കേസൊന്നുമില്ല, കടിക്കൂല. ഇല്ല അല്ലേ? അടുത്ത് നിൽക്കാമല്ലോ. അപ്പം നിങ്ങൾ അടുത്ത് നിൽക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ് എന്നോട് പറഞ്ഞാൽ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അതാ തേനതാ, അതല്ലേ ഇത് മുട്ടല്ലേ? അതാ ഫുള്ള് തേനീച്ചേട്ടാ, കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പൊ അതിൻ്റെ അകത്ത് ആ മേലെ കാണുന്നല്ലേ ആ തേനിങ്ങനെ കാണുന്ന സൈഡിൽ കാണുന്നേ? ഓക്കെ ഓക്കെ. പിന്നെ ആ കാണുന്ന നടുക്കുള്ളത് എഗ് അല്ലേ? ഓക്കെ, കണ്ണിൻ്റെ അടുത്തെല്ലാം വന്നിട്ട് ഇതാ ഫുള്ളുണ്ട് കേട്ടാ. അടുത്ത് ഇതിനടുത്ത് വയ്ക്കോ. ആ ഹെൽമെറ്റ് 2 എണ്ണം വേണം കേട്ടാ. അവനെ ഫുള്ള് പൊങ്ങിട്ടുണ്ടാ. അവന്റെ ഇതാ തല കംപ്ലീറ്റ് കടിച്ചാ. സാറില്ല, കടിച്ചു കഴിഞ്ഞാൽ അത് മിസറിന് കടി കിട്ടിയിട്ട് മിസർ ഓടിയാൻ ഇപ്പൊ എനിക്കാ നടത്തെ. എന്റെ മുഖത്താ പറ്റുന്നത്, അതാ പേടി. പിന്നെ തേനടിക്കാന്ന് ഇപ്പൊ ചെയ്യുന്നതാ. തേനെടുത്തിട്ട് ആ റാണിനെ മാറ്റുന്നല്ലോ ഒന്ന് കാണിച്ചു തരണേ. അതെല്ലാം നമുക്ക് മെയിനായിട്ട് കാണേണ്ട സംഭവം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ പൊരിഞ്ഞ കടിയാന്ന്, എൻ്റെ കൈക്ക് ഫുള്ള് നിറഞ്ഞു. എടാ മിസർ ഒന്ന് പിടിച്ച്, എന്നെ മൊത്തം പൊതിഞ്ഞ്. അപ്പൊ ഇപ്പൊ ഇതാ മുട്ട മാറ്റുന്നത് നമ്മൾ ഈ കാണുന്നട്ടാ. ഓക്കെ, എഗ് എടുത്ത് അതിനകത്ത് റാണി ഉണ്ടാ? റാണിയുണ്ട്. റാണി മുട്ടയാണ് നമുക്ക് അത്യാവശ്യം. ഓക്കെ, റാണിയും മുട്ടയും അല്ലേ? റാണി മുട്ട അല്ലേ? റാണി ആവാനുള്ള ഒരു മുട്ടയുണ്ട്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാവാ? അല്പം കൂടെ വലുപ്പമുള്ളതാണ്. ഓക്കെ, അതൊന്ന് കാണിച്ചു തരണേ. അത് ഇതിനെ കുറിച്ചിട്ട് അറിയാത്ത ആളായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. കുറെ പേർക്കെല്ലാം അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി മാത്രം നമ്മളത് നോക്കുന്നത് കേട്ടാ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കുറേ കടി കിട്ടി, വലിയ കുഴപ്പമൊന്നുമില്ല. മിസർ കടി കിട്ടിയിട്ട് അത് സൈഡായിട്ട് നിൽക്കുന്നു. സംഭവം മുട്ടക്കുള്ള തെരച്ചിലാന്നല്ല, വലിയ മറ്റേ റാണി മുട്ടക്കുള്ള തെരച്ചിലാണ് നടത്തുന്നത്. റാണി മുട്ട കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ഔട്ട് ആകുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇടയ്ക്കിടയ്ക്ക് കടി കിട്ടുമ്പോൾ കൈയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. റാണി മുട്ടിയില്ല. അപ്പൊ റാണിയുടെ റാണി മുട്ടിയില്ല, റാണിയും ഇല്ലേ?
പണിയായ റാണി ഈ കൂട്ടത്തിൽ കുറച്ച് വലുപ്പമുണ്ടാവും അല്ലേ? നല്ലോണം വ്യത്യാസം ഉണ്ടാവോ? അതിന്റെ 4 ഇരട്ടി വലുപ്പമുണ്ടാവും. 4 ഇരട്ടി വലുപ്പമുണ്ടാവും. വൻ തേനീസിനെ പോലത്തെ അത്ര ഉണ്ടാവില്ല അപ്പൊ ഏകദേശം? അതിന്റെ ഈ കുടൽ ഭാഗം കുറെ നല്ല വണ്ണം ഉണ്ടാവും. അതെന്നെ മൊത്തം പൊതിഞ്ഞിട്ടാ മൂപ്പരെ പൊതിഞ്ഞിട്ടുണ്ടാ? മൂപ്പരെ മൊത്തം ഇങ്ങനെ ചുറ്റി കളിക്കുന്ന നോക്കിയാൽ അതിന് എക്സ്പേർട്ട് ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് മുട്ട തെരഞ്ഞ് മുട്ടയില്ല. ഇനിയിപ്പോ റാണിനെ തെരയുന്നു. റാണി അങ്ങനെ പറന്നു പോകില്ലാന്ന് തോന്നുന്നു അല്ലേ? റാണിക്ക് പറക്കാൻ കഴിയില്ല. റാണിക്ക് പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൂടുവിട്ട് ഒരിക്കലും പോകില്ല. ഒരു തേനീച്ചപ്പെട്ടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചെറുതേനീച്ച വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിട്ട് ഒരിക്കലും പോകില്ല. അതാ റാണിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ റാണിനെ നമുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചിലപ്പോൾ ഏതാണ് ഇതിന്റെ അടിയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കുറെ കടിയിട്ട് ഞാൻ പിന്നെയും പോകും. ഇതിലത്തെ ഈച്ചുള്ളത് റാണിയുള്ളത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് തേനെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റാണി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനല്ല, ഇപ്പം ഈ ഭാഗം ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ തേനുള്ളത് ഈ ഭാഗത്താണ്. പക്ഷെ റാണി ഉള്ളതും ഈ ഇതിലാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ തേനെടുക്കാൻ കഴിയില്ല. റാണിനെ മാറ്റിയിട്ട് എടുക്കണ്ട്. പക്ഷെ റാണി കുറച്ച് ഉള്ളോട്ട് വന്ന് ഉള്ളോട്ട് പോയിട്ട് അല്ല ഇതൊന്ന് ഈ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്. നല്ല വെയിലുള്ള സമയത്താണ് ഇതിനെ പിരിക്കാനൊക്കെ പാടുള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ കുറെ കടി കിട്ടിയതും ബാക്കി റാണീനും കാണുന്നില്ല. സംഭവം ഒരു രക്ഷയില്ല. എന്നെ ഫുള്ള് കടിച്ച് ചെവിന്റെ ഉള്ളിലുള്ള കയറുന്നു. കിട്ടിയാ? തേനാണ് ഇത്. തേനല്ലേ? അങ്ങനെ വയലിടാൻ പറ്റുമോ? അങ്ങനെ ഇടാം തന്നെ. എന്നാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ട്. വേണ്ട ഇതങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇട്ടൂടെ? അപ്പൊ നമുക്ക് ചെറുതേൻ ഇങ്ങനെ കിട്ടിയിട്ടുള്ളതേ. ഈച്ചനെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് കയറി. ഈച്ച ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നത് നമ്മൾ. ഇത് തേന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മങ്കിക്കെല്ലാം കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് മങ്കിക്കും ഗ്ലൈഡറിനെല്ലാം കൊടുക്കാം. ടേസ്റ്റ് മാറ്റമൊന്നുമില്ല. സാധാരണ കടയിൽ നിന്ന് വന്നിട്ട് ഈ ഒരു ഈച്ച പോവാത്ത ഇതങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാ അവസാനം എടുത്തു. അത് തോന്നിയിട്ടുണ്ട്. അത് ഒട്ടിപ്പിടിച്ച് അടച്ചോനെ. അപ്പോൾ ഒരു കംപ്ലീറ്റ് തേൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. സംഭവം എനിക്കങ്ങനെ ഭയങ്കര പ്രത്യേകത തോന്നുന്നില്ല. സംഭവം അങ്ങനെ ഇരിക്കുമല്ലേ. തേനെന്ന് പറഞ്ഞാൽ പിന്നെ ടേസ്റ്റെല്ലാം ഉണ്ടാവും. എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നേരെ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. സംഭവം കൊള്ളാം. ഓക്കെ, അങ്ങനെ ഇപ്പം ഇതിനകത്താണ് ഇപ്പോൾ റാണി ഉള്ളത്. നമ്മൾ അത് എടുക്കുമ്പോൾ റാണി ചാവും. അങ്ങനെയാണെങ്കിൽ ഈ കോളനിയെ നശിക്കും. പിന്നെ അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ ഒന്നും അനുയോജ്യമായ കാലാവസ്ഥയല്ല. ഈ എടുക്കാണ്ട് ഇങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റേ പെട്ടി എന്ത് ചെയ്യാം? ഇത് തിരിച്ച് ഇതിന്റെ മുകളിൽ തന്നെ വെക്കും. ബാക്കിയിലേക്ക് ഇപ്പം തൽക്കാലം ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഇതിപ്പോ തേൻ ശരിക്കും ഒരു 1/2 കിലോന് മേലെ തേനുണ്ട് ഇതില്. പിന്നെ ഈ റാണി അതിലുള്ളതുകൊണ്ട് ഇതിപ്പോ ഈ തേൻ വേണമെങ്കിൽ ഈ ഒരു ഭാഗം വേണമെങ്കിൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ.
അത് മാത്രം എടുക്കണോ? വേണ്ട, എല്ലാം ഒരുമിച്ച് എടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എല്ലാം ഒരുമിച്ച് എടുക്കാം, അത് നല്ലത്. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം നമുക്ക് ഫുള്ള് പാക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു അനുയോജ്യമായ കാലാവസ്ഥ വരുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഒരു ഉച്ചയ്ക്ക് എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് പെട്ടി പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് പൊസിഷനിൽ വെച്ചാൽ പോരെ? ഓക്കെ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ. റാണിയെ നമുക്കൊരു ഉപദ്രവിച്ചിട്ട് എന്താ പറയുക ചെയ്യാൻ നിൽക്കണ്ട. എന്നെ കടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കടിക്കുന്നുട്ടാ. ഇതാ എന്നെ കുത്തിയിട്ട് പോയി. ഇപ്പം നമ്മളെന്താ ചെയ്തതെന്ന് അറിയാം, ഇതെല്ലാം ഉണ്ട് കേട്ടോ ഈച്ച. ഇപ്പം നമ്മളെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഒരു 2 കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടില്ലേ ഈച്ചനെ, ആ ഈച്ചനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് അതിൻ്റെ അടുത്ത് ആ ബോക്സും വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഈച്ചകൾ ആ ബോക്സിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് പിന്നെ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ഈച്ച പറഞ്ഞു നൽകിയത് അതുകൊണ്ട് സംഭവം ഇവിടെ ഒന്നും ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം കയറിയതിന് ശേഷം നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ പുതിയ തേനീച്ചക്കൂട് വെക്കൽ കുറച്ച് പാളിപ്പോയി. പക്ഷേ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പിന്നെ തേനെടുക്കാനും കുറച്ച് ടേസ്റ്റ് ചെയ്യാനെല്ലാം പറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്കത് കാണിക്കാം എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പുതിയ നമ്മുടെ പഴയ കേജ് തന്നെ, പഴയ ബോക്സ് തന്നെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒക്ടോബർ ഏതെല്ലാം മാസം എടുക്കേണ്ടത്? ഏപ്രിൽ, ഒക്ടോബർ. നമ്മൾ ഒക്ടോബർ മാസം പിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഏറ്റവും കൂടുതൽ റാണിമുട്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ നമ്മൾ ഏപ്രിലിൽ തേൻ എടുക്കാൻ വേണ്ടി തുറക്കും. അന്നൊരു റാണിമുട്ടി ഉണ്ടെങ്കിൽ അന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? അത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം തുറക്കാം. അന്നേരം നമുക്ക് തേൻ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അല്ലേ? ഓക്കെ, പിന്നെ എനിക്കൊരു ഞാൻ ഇതുവരെ പെൺതേനീച്ചൊക്കെ മുട്ടിടുമെന്ന് വിചാരിച്ചേട്ടാ. ഈ റാണി മാത്രമേ മുട്ടിടുന്നു. അത് ഇപ്പോൾ പുതിയൊരു അറിവാണ്. അതേപോലെ പിന്നെ ജബ്ബാർഖാൻ്റെ അടുത്ത് തേനൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അല്ലെ, നമ്മൾ തളിപ്പറമ്പാണ് ജബ്ബാർഖാൻ്റെ വീട് കേട്ടോ. ജബ്ബാർഖാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അല്ലേ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ജബ്ബാർഖാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടോ വെയിലുള്ള സമയത്താണ് തേനീച്ചനെ എടുക്കേണ്ടത്. അത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇത് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് തന്നെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ഫുള്ള് പിന്നെ പാഷൻ ഫ്രൂട്ടും പിന്നെ 1-2 പിന്നെ വള്ളികൾ കയറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം പൂവുണ്ടാവും. അപ്പോൾ തേനീച്ചകൾക്ക് നല്ല പിന്നെ എന്താ പറയുക, നല്ല സുഖമായിരിക്കും തേൻ ശേഖരിക്കാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ബാക്ക് വശം കേട്ടോ. ഇവിടെയും നമ്മൾ ഡോഗ്സിനെല്ലാം തുറന്നു വിട്ട് എല്ലാത്തിനും എക്സസൈസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന സ്ഥലമാണത്. അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.